പ്രതികൂലത്തിന്റെ നടുവിൽ യോഹന്നാൻ ഒരു മുഖം കണ്ടു. കല്ലേറിന്റെയും നിന്ദയുടെയും നടുവിൽ സ്തെഫാനോസ് ഒരു മുഖം കണ്ടു. ആ മുഖം നമ്മുടെ അരുമനാഥന്റെ മുഖമായിരുന്നു. യേശു കർത്താവിന്റെ പൊന്മുഖം കാണുമ്പോൾ എത്രയോ സന്തോഷം സോദരരേ. ഒന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: രാജാവ് ദൈവത്തിൻ്റെ ബലത്തിൽ സന്തോഷിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സന്തോഷിക്കുന്ന ഒരു ഭക്തനല്ല. 7-ാം വാക്യത്തിൽ പറയുകയാണ്, രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നു. ആശ്രയിപ്പാനും സന്തോഷിപ്പാനും ഒരുപോലെയുള്ള ഒരു സ്ഥലമാകുന്നു ദൈവത്തിൻ്റെ സന്നിധാനം. രാജാവ് ദൈവത്തിൽ സന്തോഷിക്കുന്നു, രാജാവ് ദൈവത്തിൽ ആശ്രയിക്കുന്നു. സന്തോഷിപ്പാൻ പറ്റിയ ബന്ധങ്ങൾ നമുക്കുണ്ടായിരിക്കാം, സങ്കടത്തിൽ ഓടിച്ചെല്ലുവാൻ പറ്റുന്നതായ ബന്ധങ്ങൾ നമുക്കുണ്ടായിരിക്കാം. എന്നാൽ കർത്താവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുകയാണ്, നിൻ്റെ സന്തോഷ ദിനത്തിലും നിൻ്റെ പ്രതികൂലത്തിൽ നീ ആശ്രയിപ്പാൻ ഒരുവനെ തേടുന്നെങ്കിലും ഏതൊരു കാലത്തും നിനക്ക് അണയുവാൻ, നിനക്ക് ചെന്നെടുക്കുവാൻ ഉള്ളവനാണ് നിൻ്റെ ദൈവം. കർത്താവേ, ഞാൻ നിന്നിൽ സന്തോഷിക്കുന്നു. സന്തോഷിപ്പാനൊന്നുമില്ലാത്ത ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങൾ കടന്നു വന്നാൽ ഞാൻ നിന്നിൽ ആശ്രയിക്കുകയും ചെയ്യും. 1 തുടങ്ങി 6 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ എല്ലാം ദൈവം ചെയ്തു എന്നാണ് പറയുന്നത്. ഇന്നലകളിലെ നന്മകളെ ഓർത്ത് ഭക്തൻ ദൈവത്തിൽ സന്തോഷിക്കുകയാണ്. എന്നാൽ 7 തുടങ്ങി 13 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ദൈവം ചെയ്യും എന്നാണ് പറയുന്നത്. ആദ്യത്തെ 6 വാക്യങ്ങളിൽ ദൈവം ചെയ്ത 8 വിഷയങ്ങളെ എണ്ണി താൻ സ്തുതിക്കുമ്പോൾ, പിന്നത്തെ 7 വാക്യങ്ങളിൽ ദൈവം ചെയ്യുവാൻ പോകുന്ന 8 വിഷയങ്ങളെ താൻ എണ്ണി സ്തുതിക്കുകയാണ്. ഇന്ന് ദൈവം ചെയ്ത നന്മകൾ തീർന്നുവെന്ന് കരുതരുത്. ദൈവത്തിൻ്റെ പ്രവർത്തികൾ അവസാനിച്ചുവെന്ന് കരുതരുത്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ തീർന്നുവെന്ന് കരുതരുത്. ദൈവത്തിൻ്റെ അടയാളങ്ങൾ അസ്തമിച്ചുവെന്ന് കരുതരുത്. 8 വിഷയങ്ങൾ അവിടെ ഏറ്റുപറഞ്ഞ് സ്തുതിക്കുമ്പോൾ ഇനിയും 8 വിഷയങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞ് താൻ ദൈവത്തെ സ്തുതിക്കുകയാകുന്നു. സന്തോഷിപ്പാനും ആശ്രയിപ്പാനുമുള്ളവൻ, ഇന്നലകളിൽ നമ്മളെ നടത്തിയവൻ, നാളുകളിൽ നമ്മളെ നടത്തുവാൻ ശക്തനായിരിക്കുന്ന ദൈവം. ഈ വർഷത്തിൻ്റെ മധ്യപകുതിയിൽ ഈ സങ്കീർത്തനം വായിച്ച് ഞാൻ പ്രസംഗിക്കുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടെ പറയട്ടെ, 6 മാസം ദൈവം നല്ലവനായിരുന്നു. ചെയ്ത നന്മകൾ ഓർത്ത് സ്തുതിപ്പാൻ ഒത്തിരിയുണ്ട്. എന്നാൽ വരുന്ന 6 മാസങ്ങൾ അതിനെക്കാട്ടിലും സ്തുതിപ്പാൻ ഒത്തിരി കാര്യങ്ങൾ ദൈവം നൽകിക്കൊണ്ടിരിക്കും. ഇന്നലകളിൽ നേരിട്ട പൈശാചിക പോർ മണ്ഡലങ്ങൾ പോലും സ്തുതിയുടെ കാരണമായി തീർന്നു. ഇന്നലകളിൽ നേരിട്ട കഷ്ടങ്ങളും നഷ്ടങ്ങളും പോലും ഇന്നിൻ്റെ സ്തുതിയുടെ കാരണങ്ങളായി തീർന്നു. ഇന്നലകളിൽ നേരിട്ട നിന്ദകളും അപമാനങ്ങളും പോലും ഇന്നിൻ്റെ സ്തുതിയുടെ കാരണങ്ങളായി തീർന്നു. തിരിഞ്ഞു നോക്കിയാൽ സങ്കടപ്പെടുവാൻ ഒന്നുമില്ല, തിരിഞ്ഞു നോക്കിയാൽ സ്തുതിപ്പാൻ ഏറെയുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഒരിക്കൽ കൂടെ പറയട്ടെ, വിടുതൽ ഒരുപക്ഷെ കാറ്റടങ്ങുവാനും കടൽ ശാന്തമാകുവാനും 4-ാം യാമം വരെ കാത്തിരിക്കണമായിരിക്കും. പക്ഷെ 4-ാം യാമത്തിൽ കാറ്റടങ്ങിയെന്നും കടൽ ശാന്തമായതിനെക്കാട്ടിലും വലിയൊരു വിഷയമുണ്ട്. കഴിഞ്ഞ 3 യാമങ്ങളിലും കാറ്റടങ്ങിയില്ലെങ്കിലും, കടൽ ശാന്തമായില്ലെങ്കിലും, തിര ഒതുങ്ങിയില്ലെങ്കിലും നിന്റെ പടക് മുങ്ങാതെ സൂക്ഷിക്കപ്പെട്ടു എന്നുള്ളത് അതിനെക്കാട്ടിലും വലിയ കാര്യമാണ്. ഈ 6 മാസം നീ വിടുതൽ കണ്ടില്ലെങ്കിൽ ഞാൻ ഒന്ന് പറയട്ടെ, വിടുതൽ കാണാൻ നീ ഇന്നും ജീവനോടിരിക്കുന്നില്ലേ? വെള്ളം നമ്മളെ ഒഴുക്കിക്കളയാമായിരുന്നു, പെരുവെള്ളം നമ്മെ മുക്കിക്കളയാമായിരുന്നു. പക്ഷെ നാഥൻ കരം പിടിച്ചില്ലേ, ചേർത്ത് നിർത്തിയില്ലേ, കൃപ തന്നില്ലേ, ബലം തന്നില്ലേ, ജയം തന്നില്ലേ? ഈ ഒരു മാസം എനിക്ക് പ്രസംഗിക്കുവാനുള്ളൊരു വാക്യമല്ല, ഈ ഒരു മാസം നമുക്ക് അനുഭവിപ്പാനുള്ള വാക്യമാണ്. 21-ാം സങ്കീർത്തനം 3-ാം വാക്യം, നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു, തങ്ക കിരീടത്തെ അവൻ്റെ തലയിൽ വയ്ക്കുന്നു. 3 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. 1, ദൈവം എതിരേറ്റു. 2, അവൻ എതിരേറ്റപ്പോൾ വെറും കൈയായിട്ടല്ല എതിരേറ്റത്, നന്മയുടെ അനുഗ്രഹങ്ങളാൽ അവൻ എതിരേറ്റു. 3-മതൊരു കാര്യം പറയുകയാണ്, അവൻ എതിരേറ്റതിന് ശേഷം
അവിടം തുടങ്ങി നിന്റെ ജീവിതം മാറി. അവിടം വരെ നീ ഒരു കഷണ്ടിത്തലയനോ, അവിടം വരെ നീ ഒരു സങ്കടപ്പെട്ടവനോ ആയിട്ടായിരിക്കാം വന്നത്. പക്ഷെ അവൻ നിന്നെ എതിരേറ്റതിന് ശേഷം നീ നടക്കുമ്പോൾ മനുഷ്യൻ നോക്കിയാൽ നിന്നിലൊരു മാറ്റം വന്നോ. എന്താണെന്നറിയാമോ? നിന്റെ തലയിൽ ഒരു സ്വർണ്ണ കിരീടത്തെ, ഒരു തങ്ക കിരീടത്തെ അവൻ വെച്ചു എന്ന് പറഞ്ഞാൽ അവനുമായി നിനക്കുണ്ടാകുന്ന ഒരു എൻകൗണ്ടറിന് ശേഷം നിന്റെ ഡെസിഗ്നേഷൻ മാറും, നിന്റെ റെപ്യൂട്ടേഷൻ മാറും, നിന്റെ ഡിഗ്നിറ്റി മാറും, നിന്റെ ലെവൽ മാറും. ഹോളി സ്പിരിറ്റ്, ആമേൻ. ദ പാഷൻ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് വേർഷൻ ഉണ്ട്. ഞാൻ പലപ്പോഴും അതിൽ നിന്ന് കോട്ട് ചെയ്യാറുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഭാഗമാണത്. 21-ാം സങ്കീർത്തനം 3-ാം വാക്യം പാഷൻ ട്രാൻസ്ലേഷനിലേക്ക് വരുമ്പോൾ അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: rich blessings overflow with every encounter with you and you place a royal crown of gold upon his head. അതിൻ്റെ ഫസ്റ്റ് ഭാഗം വായിക്കട്ടെ. rich blessings overflow with every encounter with you. Amen. Whenever an encounter happens with you, there shall be an overflow. Whenever an encounter happens in your life, there shall be an overflow in your life. Not an overflow of temptations or problems, but an overflow of rich blessings. അവിടെ പറയുകയാണ്, കർത്താവേ, നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ, എനിക്കും നിനക്കും തമ്മിൽ ഒരു എൻകൗണ്ടർ സംഭവിച്ചപ്പോൾ ഒരു ഓവർഫ്ലോ ഉണ്ടായി. കഷ്ടതയുടെ ഓവർഫ്ലോ അല്ല, സങ്കടത്തിന്റെ ഓവർഫ്ലോ അല്ല, കടഭാരത്തിന്റെ ഓവർഫ്ലോ അല്ല. An overflow of rich blessings, rich blessings. അധരം തുറന്ന് ശബ്ദമുയർത്തി ദൈവജനം ഡിക്ലെയർ ചെയ്യട്ടെ: overflow of rich blessing, overflow of rich blessing. നന്മയുടെ അനുഗ്രഹങ്ങൾ കവിഞ്ഞൊഴുകും, നന്മയുടെ അനുഗ്രഹങ്ങൾ കവിഞ്ഞൊഴുകും. And you placed a royal crown of gold upon his head. Royal crown of gold. അപ്പോൾ അവൻ ആരായി? The shepherd became the king. അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്ന ദാവീദേ, നീ എങ്ങനെ രാജാവായി? ദൈവം എന്നെ കണ്ടു. കഴുതയെ തേടി അലഞ്ഞ ശൗലേ, നീ എങ്ങനെ രാജാവായി? ദൈവം എന്നെ കണ്ടു. നാട് വിട്ടോടിയ മോശയെ, നീ എങ്ങനെ തിരിച്ചു വന്നു? ദൈവം എന്നെ കണ്ടു. ദൈവവുമായി ഒരു മനുഷ്യൻ എൻകൗണ്ടർ ഉണ്ടായാൽ, he shall not be the former person. അവൻ പഴയ മനുഷ്യനായിരിക്കത്തില്ല. ജീസസ്. ഞാൻ ആവർത്തിക്കട്ടെ, ഈ മാസം, ഈ ആഴ്ചകൾ എൻകൗണ്ടർ പ്രസംഗിക്കപ്പെടുന്ന ആഴ്ചകളല്ല, എൻകൗണ്ടർ സംഭവിക്കുന്ന ദിവസങ്ങളാണ്. Oh, I declare this month as the month of encounter. ഇന്ന് പകൽ അത് എത്ര പേർ വിശ്വസിക്കുന്നു? ഒരു നിമിഷം നിർത്താതെ കരമടിച്ചതിന് ആമേൻ പറഞ്ഞ്. This shall be a month of encounter, a month of encounter, a month of encounter. യേശു കർത്താവിൻ്റെ പൊന്മുഖം കാണുമ്പോൾ എത്രയോ സന്തോഷം സോദരരേ. യേശു കർത്താവിൻ്റെ പൊന്മുഖം കാണുമ്പോൾ എത്രയോ സന്തോഷം സോദരരേ. യേശു കർത്താവിൻ്റെ പൊന്മുഖം കാണുമ്പോൾ എത്രയോ സന്തോഷം സോദരരേ. യേശു കർത്താവിൻ്റെ പൊന്മുഖം കാണും.
അത് രണ്ട് വിധത്തിലുണ്ട്. ഹോളി സ്പിരിറ്റ്, ഒന്ന്, ഈ ഭൂമിയിൽ നാം അവൻ്റെ പൊന്മുഖം കാണുക. ചുറ്റുപാടുമുള്ളവർ കല്ലെറിഞ്ഞ് വസ്ത്രം പറിച്ചുരിഞ്ഞ് കല്ലെറിയുമ്പോൾ സ്തെഫാനോസ് എന്ന ഭക്തൻ കൺകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുമ്പോൾ തുറന്ന സ്വർഗവാതിലിനപ്പുറം മഹത്വമേറിയ യേശു ക്രിസ്തുവിൻ്റെ മുഖം താൻ കണ്ടോ. റോമ ഗവൺമെന്റ് ചാപ്പകുത്തി ഈജിയൻ കടലിടുക്കിനപ്പുറം ഒരു കനിഗർഭങ്ങളുടെ പത്മോസ് ദ്വീപിലേക്ക് അയക്കപ്പെട്ട യോഹന്നാൻ പ്രതികൂലത്തിന്റെ ദിനങ്ങളിൽ ഒന്നിൽ ആത്മവിവശതയിലാകുമ്പോൾ 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് 7 നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് തേജോമയനായ ഒരുത്തനെ കണ്ടോ. അവന്റെ മുഖം സൂര്യൻ പ്രതാപത്തോടെ ഉദിച്ചു വരുന്നത് പോലെ ആയിരുന്നു. പ്രതികൂലത്തിന്റെ നടുവിൽ യോഹന്നാൻ ഒരു മുഖം കണ്ടോ. കല്ലേറിന്റെയും നിന്ദയുടെയും നടുവിൽ സ്തെഫാനോസ് ഒരു മുഖം കണ്ടു. ആ മുഖം നമ്മുടെ അരുമനാഥന്റെ മുഖമായിരുന്നു. യേശു കർത്താവിന്റെ പൊന്മുഖം കാണുമ്പോൾ എത്രയോ സന്തോഷം സോദരരെ. ഒന്ന് ശബ്ദമുയർത്തി പറഞ്ഞേ, യേശു കർത്താവിൻ്റെ പൊന്മുഖം കാണുമ്പോൾ എത്രയോ സന്തോഷം സോദരരെ. ഈ സങ്കീർത്തനം ദാവീദാ പറയുന്നത്, നീ എന്നെ എതിരേറ്റു, നീ എന്നെ എതിരേറ്റു. ദാവീദ് പറയുക, എൻ്റെ ദൈവം എന്നെ എതിരേറ്റു. ദാവീദ് പറയുന്നതിൻ്റെ പിമ്പിൽ ഒത്തിരി ചരിത്രമുണ്ട് കേട്ടോ. ഇന്നൊരു പക്ഷേ നമുക്കൊക്കെ അതിൻ്റെ തീവ്രത മനസ്സിലാകത്തില്ല. ദാവീദ് പറയുക, എന്നെ എതിരേക്കാൻ ഒരുത്തനുണ്ട്, എന്നെ എതിരേക്കാൻ ഒരു ദൈവമുണ്ട്. അതിൻ്റെ ഇൻറ്റൻസിറ്റി അറിയണമെങ്കിൽ ദാവീദിൻ്റെ അടുക്കലേക്കൊന്ന് ചെല്ലണം. ദാവീദേ, ദൈവം എതിരേറ്റതിനെ കുറിച്ച് നീ ഇത്ര വാചാലനാകാൻ എന്താ കാര്യം? ദാവീദ് ഒരു കാര്യം പറയാം, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി തിരസ്കരണങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, ഒത്തിരി തള്ളപ്പെടലുകൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആ തള്ളപ്പെടലുകളുടെ നടുവിൽ, എൻ്റെ കഷ്ടതയുടെ നടുവിൽ അനേകർ മുഖം മറച്ചപ്പോൾ കരം നീട്ടി എന്നെ എതിരേൽക്കാൻ ഞാൻ ഒരു മുഖമേ കണ്ടുള്ളൂ. അതെൻ്റെ കർത്താവിൻ്റെ മുഖമാ. ആമേൻ. ശൗല് പറഞ്ഞ് ഇനി അവനെ കാണരുത്. ശൗല് പറഞ്ഞു, ഇനി അവനെ കാണരുത്, കണ്ടാൽ കൊന്നുകളയോ. ദാവീദിനെ കണ്ടാൽ കുന്തം കൊണ്ട് ചാടുന്ന ഒരു മനുഷ്യൻ ശൗലിൻ്റെ മുമ്പിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ദാവീദിനെ സംരക്ഷിപ്പാൻ ഒരുത്തനുമില്ല. പക്ഷേ ദാവീദ് അവിടെ ഒരു മുഖത്തെ കണ്ടു. ഇസ്രായേലിൻ്റെ രാജാസനത്തിങ്കിൽ നിന്ന് ഭയന്നോടുന്ന മനുഷ്യനെ ഇരുകൈയും നീട്ടി എതിരേൽക്കുന്ന ഒരു ദൈവത്തെ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പൈതലെ, ശൗലിൻ്റെ രാജഭരണത്തിൽ ഓടിപ്പോകുന്ന ദാവീദിനെ ആർക്ക് എതിരേൽക്കാൻ കഴിയുക? എതിരേൽക്കാൻ ആരും ധൈര്യപ്പെടത്തില്ല. പക്ഷെ അവിടെ എതിരേൽക്കാൻ ഒരു ദൈവം അവനുണ്ടായിരുന്നു. ആമേൻ. എന്താ അതിൻ്റെ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, സ്തോത്രം, ആമേൻ, ശമൂവേലിൻ്റെ 1-ാം പുസ്തകം 21-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ശൗലിൻ്റെ കൊട്ടാരത്തിൽ നിന്ന്, ശൗലിൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് ദാവീദ് ഓടുകയാ. പ്രാണരക്ഷാർത്ഥം അവൻ ഓടുകയാ. അവൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് പോകാൻ കഴിയത്തില്ല, അവൻ എവിടേക്കും പോകാൻ കഴിയത്തില്ല. അവൻ ഓടി നോബിൽ ചെന്നു. നോബെന്ന് പറയുന്നത് ശീലോവിലെ കൂടാരം തകർന്നതിന് ശേഷം ദൈവത്തിൻ്റെ പെട്ടകം കൊണ്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന ഒരു ചെറിയ കൂടാരമാണ്. കുടില് കെട്ടി വെച്ചിരുന്ന ഒരു ദൈവാലയ. ആ ദൈവാലയത്തിൽ ഒരു പാവപ്പെട്ട പുരോഹിതനുണ്ടായിരുന്നു, അഹീമലേക്ക് എന്നായിരുന്നു. അഹീമലേക്ക് എന്ന ഭക്തൻ ദാവീദ് ശൗലിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ഓടി വരുന്നത് കണ്ടിട്ട് സംഭ്രമത്തോടെ ദാവീദിനെ ചെന്ന് എതിരേറ്റു. ദാവീദിനെതിരേറ്റ് ദാവീദിന് അപ്പവും വെള്ളവും ഒക്കെ കൊടുത്ത് അവിടെ ഇരുന്ന ഗോല്യാത്തിന്റെ പടവാളും കൊടുത്ത് ദാവീദിനെ പറഞ്ഞയച്ചു. ഒരു കാര്യം നിങ്ങൾ അറിയണം, പിന്നെ ഏറിയ ദിവസങ്ങൾ അഹീമലേക്ക് ജീവിച്ചിരുന്നില്ല. അതോടുകൂടി നാട്ടിലൊരു വർത്തമാനം പരന്നു, ദാവീദിനെ ആരെങ്കിലും എതിരേറ്റാൽ അവൻ്റെ കാര്യം കട്ടപ്പുകയാ, അവനെ രാജാവ് കൊന്നുകളയോ. പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കി ധരിച്ച അഹീമലേക്ക് കൊല്ലപ്പെട്ടോ. എന്താ അഹീമലേക്ക് നീ മരിച്ചു പോയത്? പ്രായമെത്തുന്നതിന് മുമ്പേ നീ എന്താ കൊല്ലപ്പെട്ടത്? അഹീമലേക്ക് പറയാ, ഞാൻ ദാവീദിനെ ഗ്രീറ്റ് ചെയ്തോ, ഞാൻ ദാവീദുമായി ഒരു എൻകൗണ്ടർ
ഉണ്ടായി. ആമേ, ആകയാൽ എന്നെ കൊന്നുകളഞ്ഞോ. ആകയാൽ സമൂഹം മുഴുവനും പിന്നീട് പറഞ്ഞോ, അഹീമലേക്കിന് വന്ന ഗതി വരാതിരിക്കണമെങ്കിൽ ദാവീദിനെ ആരും വീട്ടിൽ കയറ്റരുത്. പക്ഷെ അന്ന് സ്വർഗത്തിലെ ദൈവം പറഞ്ഞോ, ശൗൽ അഹീമലേക്കിനെ കൊന്നേക്കാ, പക്ഷെ നിന്നെ ഞാൻ സ്വീകരിച്ചാൽ അവൻ എന്നെ കൊല്ലാൻ കഴിയുമോ? സമൂഹം അഹീമലേക്കിന് സംഭവിച്ചതോർത്ത് നിന്നെ കൈവിട്ടേക്കാ, പക്ഷെ ദാവീദേ, ഞാൻ നിന്നോടൊരു കാര്യം പറയാ, നിന്നെ കൈക്കൊണ്ട് അഹീമലേക്ക് കൊല്ലപ്പെട്ടേക്കാ. അത് നിമിത്തം ആരും നിന്നെ കൈക്കൊള്ളാതിരുന്നേക്കാ, പക്ഷെ ഞാനൊരുത്തൻ സ്വർഗത്തിലുണ്ട്. ഏത് പ്രതികൂലത്തിന്റെ പ്രതിസന്ധിയുടെ നാളുകളിലോ നിന്നെ ചേർത്ത് പിടിപ്പാൻ തന്റെ ഇടമുള്ളവനായി, അധികാരമുള്ളവനായി ഞാൻ നിന്നോട് കൂടെയുണ്ട്. അവിടെ നിന്ന് ദാവീദ് ഓടിപ്പോയി നാബാലിന്റെ അടുക്കൽ. നേരിട്ട് ചെല്ലാൻ കഴിയാത്തത് കൊണ്ട് ദാവീദ് തൻ്റെ കൂടെയുള്ള ഭൃത്യന്മാരുടെ അടുക്കൽ ഭൃത്യന്മാരെ നാബാലിൻ്റെ വീട്ടിൽ വിട്ടു. അന്ന് നാബാലിൻ്റെ വീട്ടിലെ വിളവെടുപ്പ് ദിവസമാണ്. കണക്കില്ലാതെ ഭക്ഷണമുണ്ട്. 4 പാവപ്പെട്ടവർ ചെന്നിട്ട് പറയുക, ദാവീദിൻ്റെ സഹായികളാണ് ഞങ്ങൾ, ഒരു നേരത്തെ ആഹാരം തരാമോ? നാബാല് പണത്തിൻ്റെ ഹുങ്കിൽ നിന്നുകൊണ്ട് പറഞ്ഞു, എനിക്ക് നന്മ ചെയ്തവനെയൊക്കെ ഞാൻ മറന്നുപോയി, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവനെയൊക്കെ ഞാൻ മറന്നുപോയി, എനിക്കിപ്പോൾ അവനെ നോക്കേണ്ട കാര്യമില്ല. ഇന്ന് പകൽ ദൈവത്തിൻ്റെ പൈതലെ, നന്മയുടെ നിറവ് സംഭവിച്ചപ്പോൾ നീ പ്രാർത്ഥിച്ച് സപ്പോർട്ട് ചെയ്തവരോ, നീ പണം കൊണ്ട് സപ്പോർട്ട് ചെയ്തവരോ നിന്നെ മറന്നുപോയി. ഇന്ന് അവർ നിന്നെ എതിരേൽക്കാൻ ഒരുക്കമായിരിക്കത്തില്ല. ഇന്ന് നിന്റെ കഷ്ടതയിൽ അവർക്ക് നിന്നെ മുഖം മറച്ചേക്കാ. നാബാൽ നിന്നെ എതിരേറ്റില്ലെങ്കിലോ, നിന്റെ നന്മ അനുഭവിച്ചവർ നിന്നെ മറന്നുപോയാലോ, നിന്റെ സ്നേഹം അനുഭവിച്ചവർ നിന്നെ മറന്നുപോയാലോ, നീ കൈപിടിച്ചുയർത്തിയവർ നിന്നെ മറന്നുപോയാലോ, നാബാൽ നിന്റെ നേരെ മുഖം മറച്ചേക്കാ. പക്ഷേ നിന്നെ എതിരേൽക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. നാബാൽ എതിരേറ്റില്ല, പക്ഷെ ദൈവം എതിരേറ്റു. നാബാൽ എതിരേറ്റില്ല, പക്ഷെ ദൈവം എതിരേറ്റു. യോനാഥാൻ ഭയങ്കര സ്നേഹ. ദാവീദ് പറയാ, കളത്രപ്രേമത്തെക്കാൾ വിശിഷ്ടമാണ് നിന്റെ സ്നേഹം. ഇതൊക്കെ സത്യമാ. പക്ഷേ യോനാഥാൻ ദാവീദിൻ്റെ അടുക്കൽ പറഞ്ഞു, നമ്മൾ തമ്മിൽ ഇനിയും ചേർന്ന് നടക്കാൻ കഴിയത്തില്ല. അമ്പ അവിടെ എന്ന് പറഞ്ഞാൽ നീ എന്നെ വിട്ട് പോകണം. എന്നെങ്കിലും നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ, നീ രാജാസനത്തിൽ ഇരിക്കുമ്പോൾ എന്ത് ചെയ്യുക? നമുക്ക് മീറ്റ് ചെയ്യുക. നിനക്ക് നന്മയുണ്ടായാൽ നമുക്ക് തമ്മിൽ കൂട്ടുകൂടാ. നിനക്ക് കഷ്ടമാണെങ്കിൽ വേണ്ട. യോനാഥാൻ അരമനയിലേക്ക് പോയി, ദാവീദ് കാട്ടിലേക്ക് പോയി. ഇന്ന് പകൽ യോനാഥാൻ വിട്ടുപിരിഞ്ഞതുപോലെ പ്രതികൂലത്തിൻ്റെ കാഠിന്യം നിന്നിൽ വർദ്ധിക്കുന്നത് കണ്ട് ചിലർ വഴിമാറുമ്പോൾ കർത്താവ് നിന്നോട് പറയുകയാ, ഞാൻ നിന്നെ എതിരേൽക്കാം. ദാവീദ് എഴുതി ചേർത്തോ, യോനാഥാൻ എന്നെ സ്വീകരിച്ചില്ല, പക്ഷെ എൻ്റെ ദൈവം എന്നെ എതിരേറ്റോ. ഇന്ന് പകൽക്കാല ഉറ്റ സ്നേഹിതൻ നിന്നെ തള്ളി പറയുമ്പോഴോ, ഇല്ല ഞാൻ നിന്നെ കൈവിടത്തില്ലെന്ന് പറഞ്ഞ് എതിരേൽക്കുന്ന ഒരു ദൈവം നിനക്കുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്. എൻ്റെ സഹോദരങ്ങളെ, ദാവീദിൻ്റെ അടുക്കൽ അപ്പൻ പറഞ്ഞു, മകനെ നിൻ്റെ ജ്യേഷ്ഠന്മാരൊക്കെ പടക്കളത്തിലാണ്. ഏലാ താഴ്വരയിൽ 1.5 മാസമായിട്ട് അവർ പോയിരിക്കുക. അവരെക്കുറിച്ച് വിവരങ്ങളൊന്നുമില്ല. യുദ്ധം തീർന്നിട്ടില്ല. ആകയാൽ നീ അപ്പവും മലരും എടുത്ത് സഹസ്രാധിപനുള്ള പാൽക്കട്ടയും എടുത്ത് നീ ഓടിക്കൊണ്ട് കൊടുക്കണം. അപ്പൻ്റെ വാക്ക് കേട്ട് ജ്യേഷ്ഠന്മാർക്കുള്ള ഭക്ഷണവുമായി ഓടിക്കതച്ച് പടയിലെത്തിയ ദാവീദിൻ്റെ ശബ്ദം കേട്ടോടനെ ജ്യേഷ്ഠൻ ഇങ്ങനെ പുച്ഛത്തോടെ അവനെ നോക്കിയിട്ട് പറഞ്ഞ, അഹങ്കാരി, നികളി, എന്തോ ഒരു കാര്യത്തിനാടാ നീ ഇങ്ങോട്ട് വന്നേക്കുന്നേ? ആടുകളെ മേയിച്ച് വല്ല മരുഭൂമിയിലും പോടാവിടുന്ന്. പട കാണുവാനാണോ ദാവീദ് വന്നത്? അല്ല. സ്വന്തം ഇഷ്ടത്തിലാണോ ദാവീദ് വന്നത്? അല്ല. അപ്പം പറഞ്ഞു വിട്ടതാ സ്നേഹത്തോടെ. ചേട്ടൻ ഇത് പറയുമ്പോഴും ദാവീദിൻ്റെ കയ്യിൽ ഒരു ബാഗ് ഇരിപ്പുണ്ട്. എന്താണെന്നറിയാമോ? വീട്ടിലെ അപ്പം. ഈ പള്ളു മൊത്തം പറഞ്ഞ് ഈ ദേഷ്യം മൊത്തം കഴിഞ്ഞപ്പോൾ ദാവീദ് ജ്യേഷ്ഠൻ്റെ അടുക്ക പറഞ്ഞു കാണും, അച്ചാച്ചാ ഞാൻ വന്നതേ പട കാണുവാനല്ല,
പപ്പ കുറച്ച് ഫുഡ് തന്നോ, നിങ്ങൾ വിശന്നിരിക്കുമല്ലയോ എന്ന് പറഞ്ഞ്. പിന്നെ കുറച്ച് ചീസുണ്ട്, അത് സാറിന് കൊടുത്തേക്കണം കേട്ടോ, ഇത് തരാൻ ഞാൻ വന്നതാ. നീ സ്നേഹത്തോടെ നീ വിശ്വസിച്ച് ചിലരുടെ അടുക്കൽ കയറി ചെന്നപ്പോഴോ നിന്നെ തെറ്റിദ്ധരിച്ച് പലരും തള്ളിക്കളഞ്ഞപ്പോൾ സ്വർഗം നിന്നോട് പറയുകയാണ്, തെറ്റിദ്ധാരണകളുടെ മുമ്പിൽ നീ തിരസ്കരിക്കപ്പെടുമ്പോൾ നിന്നെ ചേർത്ത് പിടിപ്പാൻ നിനക്കൊരു ദൈവമുണ്ട്. ദാവീദ് പറയുകയാണ്, എന്നെ എതിരേൽക്കാൻ ഒരു ദൈവമുണ്ട്, എന്നെ എതിരേൽക്കാൻ ഒരു ദൈവമുണ്ട്. ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കും നമുക്ക് ലഭിക്കുന്ന പ്രശംസകളൊക്കെ ഒത്തിരി അനുഗ്രഹമാണെന്ന്. ദാവീദ് ഗോലിയാത്തിനെ കൊന്നു വന്നപ്പോൾ ഇസ്രായേലി സ്ത്രീകൾ മുഴുവൻ പാട്ടുപാടി ദാവീദ് 10,000 കൊന്നു. ദാവീദിന് 10,000 കിട്ടി. മുഖസ്തുതിയിൽ ദാവീദിന് 2 കാര്യങ്ങൾ നഷ്ടപ്പെട്ടു. ഒന്ന്, ശൗലുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു. സ്ത്രീകളുടെ മുഖസ്തുതി പുരുഷ ബന്ധങ്ങളെ തകർത്തു കളഞ്ഞു. എന്നാൽ അതിനേക്കാൾ ഭീകരമായതൊന്ന് സംഭവിച്ചു. ദാവീദ് ശൗലുമായുള്ള പ്രശ്നത്തിൽ ഓടി ഗത്തിലേക്ക് ചെന്നു. കൊട്ടാരത്തിൽ ചെന്നപ്പോൾ അവര് പറഞ്ഞു, ഈ പുള്ളിക്കല്ലയോ പണ്ട് 10,000 കൊടുത്തത്. ഗത്തിലേക്കുള്ള സാധ്യതകൾ അടഞ്ഞു. അനാവശ്യമായ മുഖസ്തുതികൾ ബന്ധങ്ങളെ നശിപ്പിക്കും, അവസരങ്ങളെ നശിപ്പിക്കും. ഇന്ന് പകൽ ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട്, യൗവനക്കാരോടൊക്കെ പറയുകയാണ്, മുഖസ്തുതിയും ചക്കരവാക്കും കൊണ്ട് ആരും നിങ്ങളെ വഞ്ചിക്കരുത്. മുഖസ്തുതിയും ചക്കരവാക്കും നിന്റെ ബന്ധങ്ങളെ നശിപ്പിക്കും, നിന്റെ അവസരങ്ങളെ ഇല്ലാതാക്കും. ഇന്ന് പകൽ പറ, മനുഷ്യന്റെ മുഖസ്തുതിയെക്കാട്ടിലും ദൈവം ഒരുക്കുന്ന ബന്ധങ്ങളും ദൈവം ഒരുക്കുന്ന അവസരങ്ങളും ദൈവം ഒരുക്കുന്ന നന്മകളുമാണ് എനിക്ക് വേണ്ടിയത്. സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നിരുന്നത്, ദാവീദ് ഗത്തിലേക്ക് ഓടിപ്പോയി. പക്ഷെ ഗത്തിലുള്ളവർ പറഞ്ഞു, ഇവനെ സ്വീകരിക്കണ്ട. പ്രതീക്ഷയോടുകൂടെ ചെന്ന് കയറിയ അരമനയ്ക്കകത്തു നിന്ന് വായി നിറച്ച് തുപ്പലൊഴിച്ച് താടിയെടുക്കൂടെ ഒലിപ്പിച്ച് ഒരു ഭ്രാന്തനെ പോലെ ഗത്ത് രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്ന് ദാവീദ് ഇറങ്ങി വരുമ്പോൾ ദാവീദ് കണ്ടോ, സ്വർഗത്തിലെ ദൈവം ഇറങ്ങി നിന്ന് തന്നെ ചേർത്ത് പിടിച്ചോ. ഇന്ന് പകൽക്കാലം എവിടെ നിന്നൊക്കെ അപമാനിക്കപ്പെട്ട് തുപ്പലൊലിപ്പിച്ച് ഭ്രാന്തനെ പോലെ നീ ഇറങ്ങി വരുന്ന അവസ്ഥകളുണ്ടോ, ഇന്ന് പകൽ നിന്നെ എതിരേൽക്കുന്ന ഒരു ദൈവമുണ്ട്. ഒലിപ്പിച്ചിറങ്ങി വരുന്ന ദാവീദിനെ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും എതിരേൽക്കുവോ? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും എതിരേൽക്കുവോ? ഇല്ലില്ല. പക്ഷേ ആ അവസ്ഥയിലും ദാവീദ് പറഞ്ഞു, എന്നെ എതിരേൽക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ജീവിതത്തിൽ മനുഷ്യർക്കൊരു പ്രതീക്ഷയുണ്ട്. എത്ര പരാജയം വന്നാലും അവസാനം ഓടി എങ്ങോട്ട് ചെല്ലാം? എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ ഭാര്യയുടെ അടുക്കലേക്ക്, എൻ്റെ മക്കളുടെ അടുക്കലേക്ക്, എൻ്റെ മാതാപിതാക്കളുടെ അടുക്കലേക്ക്. ഗതികെട്ട ഒരു നാളിൽ ദാവീദ് തൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ദാവീദിൻ്റെ ഭാര്യ മീകൾ ദാവീദിനെ എതിരേറ്റു. ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 20-ാം വാക്യത്തിൽ, ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 6-ാം അധ്യായം 20-ാം വാക്യം, ദാവീദ് തൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കേണ്ടതിന് മടങ്ങി വന്നപ്പോൾ ശൗലിൻ്റെ മകളായ മീകൾ ദാവീദിനെ എതിരേറ്റ് ചെന്നു. ഡോറ് തുറന്നു കൊടുത്തു. ബെല്ലടിക്കുന്നതിന് മുമ്പേ ഡോറ് തുറന്നു കൊടുത്തു. സ്നേഹമാണെങ്കിൽ ചിലപ്പോൾ 2 ബെല്ലടി കൂടുതൽ കഴിഞ്ഞിട്ടേ തുറക്കത്തുള്ളൂ. പിണക്കമാണെങ്കിൽ നോക്കിയിരിക്കും. വണ്ടിയുടെ ശബ്ദം കേൾക്കുമ്പോഴേ ഡോറ് തുറന്നിട്ടിട്ട് പോകും. മീകൾ ദാവീദിനെ എതിരേറ്റ് ചെന്നു. പക്ഷേ അടുത്തത് എന്താണെന്നറിയാമോ?
നിസാരന്മാരിൽ ഒരുത്തൻ തന്നെത്താൻ അനാവൃതനാക്കുന്നത് പോലെ ഇന്ന് തൻ്റെ ദാസന്മാരുടെ ദാസികൾ കാണെ തന്നെത്താൻ അനാവൃതനാക്കിയ ഇസ്രായേൽ രാജാവ് ഇന്ന് എത്ര മഹത്വമുള്ളവനെന്ന് പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കണം. അനുഗ്രഹിക്കേണ്ടതിന് വീട്ടിലേക്ക് സ്നേഹത്തോടെ കയറി ചെന്ന ദാവീദിൻ്റെ മുമ്പിൽ ഒരു പരിഹാസത്തിൻ്റെ വാക്ശരങ്ങൾ അങ്ങോട്ട് ചെയ്തോ. ദാവീദ് മനസ്സിൽ പറഞ്ഞു, സ്വന്തം കുടുംബത്തിലേക്ക് പോലും കയറി വരാൻ ഗതിയില്ലാത്ത ഈ ഞാൻ എങ്ങോട്ട് കയറിപ്പോകാം? ഇവിടെ കതക് തുറക്കും, എതിരേൽക്കും, പക്ഷെ കേൾക്കുന്നത് പരിഹാസത്തിൻ്റെ നിന്നയുടെ കുത്തുവാക്കുകളാണ്. ഞാൻ എങ്ങോട്ട് പോകാം? പക്ഷേ ദാവീദിൻ്റെ അകക്കാമ്പിൽ നിന്നൊരു ശബ്ദം പൊങ്ങി വന്നോ. നിന്റെ ജീവിത പങ്കാളി പോലും പരിഹാസത്തോടെ നിന്നെ എതിരേൽക്കുമ്പോൾ, കിഴങ്ങനെന്ന് പറഞ്ഞ് നിന്റെ മുമ്പിൽ വാതിൽ തുറക്കുമ്പോൾ, മണ്ടനെന്ന് പറഞ്ഞ് നിന്റെ മുമ്പിൽ വാതിൽ തുറക്കുമ്പോൾ, നിന്നെ നന്മയുടെ അനുഗ്രഹങ്ങളാൽ എതിരേൽക്കുന്ന ഒരു ദൈവം നിനക്ക് സ്വർഗത്തിലുണ്ട്. സ്നേഹിതരേ വരും വെടിഞ്ഞാൻ അത് യേശുവിനോടു നീ പറഞ്ഞാൽ, സ്നേഹിതർ ഏവരും വെടിഞ്ഞാൽ അത് യേശുവിനോടു നീ പറഞ്ഞാൽ, സ്നേഹിതരില്ലാ കുരിശിൽ പെട്ട പാടുകൾ ഏഴും തൻ കരത്താൽ, സ്നേഹിതരില്ലാ കുരിശിൽ പെട്ട പാടുകളെ തൻ കരത്താൽ, നന്നായി നടത്തും വീട്ടിൽ ചേരും വരെയും. അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു. തങ്ക കിരീടത്തെ അവൻ്റെ തലയിൽ വയ്ക്കുന്നു. റിച്ച് ബ്ലെസ്സിങ്സ് overflow with every encounter with you, and you placed a royal crown of gold upon his head.
മനുഷ്യൻ എപ്പോഴും ദൈവ സാന്നിധ്യത്തിൽ വരുന്നത് പലപ്പോഴും ദൈവത്തെ കാണുക എന്നതിനെക്കാട്ടിലുപരി ദൈവത്തിൽ നിന്നൊരു വിടുതൽ ലഭിക്കണം, ദൈവത്തിൽ നിന്നൊരു നന്മ പ്രാപിക്കണം എന്നുള്ളതാണ്. ഒരു എൻകൗണ്ടറിനെക്കാട്ടിലും മനുഷ്യൻ പലപ്പോഴും ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയാമോ? എനിക്കൊരു വിടുതൽ ലഭിക്കണം, എനിക്കൊരു നന്മ ലഭിക്കണം. മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ 5-ാം അധ്യായത്തിൽ ഒരു സ്ത്രീയെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം. 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ള ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ചു, തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചു. പക്ഷേ ഒട്ടും ഭേദം വരാതെ പരവശയായി തീർന്നു. ആ സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. അവളുടെ മനസ്സിൽ യേശുവിനെ കാണണമെന്നൊരാഗ്രഹമില്ലായിരുന്നു. അവളുടെ മനസ്സിൽ യേശുവിനോട് സംസാരിക്കണമെന്നൊരാഗ്രഹമില്ലായിരുന്നു. അവളുടെ മനസ്സിൽ യേശുവിനെ അനുഗമിക്കണമെന്നൊരാഗ്രഹമില്ലായിരുന്നു. അവളുടെ മനസ്സിൽ ഒരൊറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ: എനിക്ക് സൗഖ്യമുണ്ടാകണം, എനിക്ക് സൗഖ്യമുണ്ടാകണം. ആകയാൽ അവൾ ആഗ്രഹിക്കുകയാണ്, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടാൽ സൗഖ്യമുണ്ടാകും. ഈ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ എന്ന് പറയുമ്പോൾ ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ളതാണ്, വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടാൽ സൗഖ്യം വരുമെന്ന് പറഞ്ഞാൽ പുരാതന രാജാക്കന്മാരുടെ വസ്ത്രത്തിൻ്റെ തൊങ്ങലുകൾ വീതി കൂടിയാൽ അവർ അധികാരത്തിൽ ഉന്നതരെന്നാണ് അതിൻ്റെ അർത്ഥം. യെശയ്യാ പ്രവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരുന്നു. ഒരു രാജാവ് യുദ്ധം ചെയ്ത് ഒരു രാഷ്ട്രത്തെ കീഴടക്കുമ്പോൾ അവൻ്റെ സിംഹാസനം ഒരു പീഠം കൂടെ മുകളിലേക്ക്, ഒരു തട്ടുകൂടെ പൊക്കി വെക്കും. അപ്പോൾ ഒരു 10 രാജ്യങ്ങളെ കീഴ്പ്പെടുത്തിയാൽ ഈ രാജാവിൻ്റെ സിംഹാസനം എത്ര പടിക്ക് മുകളിലായിരിക്കും? 10 പടിക്ക് മുകളിലായിരിക്കും. ഇനിയും ഈ 10 പടിക്ക് മുകളിൽ രാജാവ് ഇരിക്കുമ്പോൾ ഈ 10 പടികൾ കാണാൻ കഴിയത്തില്ല. പകരം ഒരു പടി കൂടുമ്പോൾ മറ്റേ രാജാവിൻ്റെ, ഇപ്പോൾ ഇസ്രായേൽ രാജാവ് അസീറിയൻ രാജാവിനെ തോൽപ്പിച്ചാൽ അസീറിയൻ രാജാവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിനെ മുറിച്ചെടുക്കും. ആ തൊങ്ങലിനെ മുറിച്ചെടുത്തിട്ട് എന്തു ചെയ്യും? ഈ ഇസ്രായേൽ രാജാവിൻ്റെ വസ്ത്രത്തിൻ്റെ താഴെ അതിനെ തുന്നിച്ചേർക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരുന്നു, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഇനി ഒരു രാഷ്ട്രവും ഒരു രാജ്യവും ദൈവത്തിന് കീഴടങ്ങാനില്ല. അപ്പോൾ ഒരു രാജാവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പ് എന്ന് പറഞ്ഞാൽ, വസ്ത്രത്തിൻ്റെ തൊങ്ങൽ എന്ന് പറഞ്ഞാൽ ഹിസ് അതോറിറ്റി, ഹിസ് വിക്ടറി. അപ്പോൾ അവൾ പറയുകയാണ്, ഇവൻ മിശിഹായാണ്, ഇവൻ രാജാവാണ്, ഇവൻ യഹൂദൻ്റെ രാജാവാണ്. രാജാവിൻ്റെ അധികാരത്തിൻ്റെ അടയാളമാണ് എന്ത്? ആ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ. ആ വസ്ത്രത്തിൻ്റെ തൊങ്ങലെ തൊട്ടാൽ അവൻ്റെ ചെങ്കോല് തൊടണ്ട, അവൻ എനിക്ക് വേണ്ടി കൽപ്പന പുറപ്പെടുവിക്കണ്ട, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടാൽ എനിക്ക് എന്ത് വരും? സൗഖ്യം വരും. ആകയാൽ അവൾ കർത്താവുമായി ഒരു എൻകൗണ്ടറെ ആഗ്രഹിക്കുന്നില്ല. ഏതൊക്കെയോ രാജാക്കന്മാരെ കൊന്ന് ഏതൊക്കെയോ രാഷ്ട്രങ്ങളുടെ മേൽ നേടിയ ആ വിടുതലുണ്ടല്ലോ, അവിടെ പോയപ്പോൾ അവർക്കും ഇവർക്കും ഒക്കെ വിടുതൽ കിട്ടിയല്ലോ, അതുപോലെ ഒരു വിടുതൽ എനിക്കും ലഭിക്കണമെന്ന് പറഞ്ഞ് അവൾ ചെന്ന് വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു. വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ യേശുവിൻ്റെ അകത്തു നിന്ന് ശക്തി പുറപ്പെട്ടു. ആമേൻ. എന്താണ് അവൾ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊടുവാൻ കാര്യം? അവൾ അവിടെ അക്സെപ്റ്റ് ചെയ്തു, ഹി ഈസ് ദ കിങ്. അവൾ അവിടെ അക്നോളജ് ചെയ്യുകയാണ്, നീ രാജാവാകുന്നു. ആമേൻ. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പേൽ എന്ന് പറഞ്ഞാൽ അവൻ്റെ അധികാരത്തെ തൊട്ടപ്പോൾ യേശുവിങ്കിൽ നിന്ന് ശക്തി ഇമ്പാർട്ട് ചെയ്തു. ഇന്ന് പകൽക്കാല ക്രിസ്ത്യാനിറ്റിക്കകത്ത് ഒരു പവർ റലമുണ്ട്, ഒരു പവർ പോയിന്റ് ഉണ്ട്. നീ കർത്താവിൻ്റെ പവറുമായിട്ട് കണക്ട് ആകാൻ തുടങ്ങിയാൽ, നീ കർത്താവിൻ്റെ തൊങ്ങലിൽ തൊടാൻ തുടങ്ങിയാൽ, നീ കർത്താവിൻ്റെ അധികാരവുമായി കണക്ട് ആകാൻ തുടങ്ങിയാൽ അവിടെ നിന്നിൽ ഇംപാർട്ടേഷൻ സംഭവിക്കാം. ഇന്ന് പകൽ അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലേക്ക് തൊടട്ടെ, അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലേക്ക്. Laraba sharabala hartania rasana kadadaga praudi martania lasaba pravaria kartonia lasia pravachania.
രാജാവിൻ്റെ അങ്കിയുടെ അറ്റത്ത് എന്തുണ്ടെന്നറിയാമോ? അധികാരമുണ്ട്. എന്നാൽ യേശു രാജാവ് മാത്രമല്ല, യേശു പുരോഹിതനാണ്. പുരോഹിതന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ എന്തുണ്ടായിരിക്കുക? അഹരോന്റെ താടിയിലേക്ക് നീണ്ടു കിടക്കുന്ന വസ്ത്രത്തിന്റെ വിളിമ്പിലേക്ക് തന്നെ ഒഴുകുന്നതായ വിശേഷ തൈല. യേശു ഒരു പുരോഹിതനാണെങ്കിൽ അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ എന്തുണ്ടായിരിക്കുക? ഒരു അഭിഷേകം ഉണ്ടായിരിക്കുക, ഒരു തൈലം ഉണ്ടായിരിക്കുക. അവൾക്കൊരു കാര്യം അറിയാം, if he is the high priest, there will be an anointing oil in his garment. If I touch the anointing, ഞാൻ ആ അഭിഷേകത്തെ തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. ഇന്ന് പകൽ കർത്താവിന്റെ അധികാരത്തെ തൊട്. ഇന്ന് പകൽ കർത്താവിന്റെ അഭിഷേകത്തെ തൊട്. Touch the authority. Touch the anointing. Touch the authority. Holy Spirit. Holy Spirit. ഇന്ന് പകൽ അധരം തുറന്ന് പറ, എനിക്കവന്റെ അധികാരത്തെ തൊടണോ, എനിക്കവന്റെ അഭിഷേകത്തെ തൊടണോ. അവിടെ ദൈവത്തിൽ നിന്ന് ശക്തി പുറപ്പെടോ. ആര് ദൈവത്തിന്റെ അധികാരവുമായി കണക്ട് ആകുമോ, ആര് ദൈവത്തിന്റെ അഭിഷേകവുമായി കണക്ട് ആകുമോ, the power shall be imparted. The power shall be imparted. She was then seeking for an impartation. അവൾ ഒരു ഇമ്പാർട്ടേഷന് വേണ്ടിയാണ് യേശുവിൻ്റെ അടുക്കൽ വന്നത്. പക്ഷെ യേശു ഒരു ഇമ്പാർട്ടേഷനിലല്ല അവളെ വിട്ടത്, ഒരു എൻകൗണ്ടറിലാണ് വിട്ടത്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി ഒരു ദൂത് കൈമാറുന്നു. നീ ആഴ്ചകളായി ഒരു ഇമ്പാർട്ടേഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. പക്ഷെ ഇമ്പാർട്ടേഷൻ അല്ല, ഒരു എൻകൗണ്ടറാണ് നിന്നിൽ സംഭവിക്കാൻ പോകുന്നത്. പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി ദൂത് കൈമാറുന്നു. നീ ഒരു ഇമ്പാർട്ടേഷനാണ് ആഗ്രഹിക്കുന്നത്. കർത്താവേ, എൻ്റെ അഭിഷേകത്തിന്റെ ലെവല് മാറണേ. കർത്താവേ, എൻ്റെ ശുശ്രൂഷയുടെ ലെവല് മാറണേ. നീ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്ന വാചകങ്ങളാണ് പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു. ഒരു ഇമ്പാർട്ടേഷൻ അപ്പുറം ഒരു എൻകൗണ്ടറിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോവുകയാണ്. നീ ഒരു ഇമ്പാർട്ടേഷനിൽ ഒതുങ്ങത്തില്ല, നീ ഒരു എൻകൗണ്ടറിലേക്ക് കയറി പോവുകയാ. നീ ഒരു ഇമ്പാർട്ടേഷനിൽ ഒതുങ്ങത്തില്ല, നീ ഒരു എൻകൗണ്ടറിലേക്ക് കയറി പോവുകയാ. ഈ മിനിറ്റുകളിൽ തന്നെ ചിലരുടെ അകത്തൊരു എഞ്ചിൻ എരച്ച് കയറുന്നത് പോലെ ഐ ക്യാൻ സെൻസ്. നിന്റെ അകത്ത് കിടക്കുന്ന അഭിഷേകം നിന്റെ മുഖത്ത് പ്രകാശിക്കുന്നുണ്ട് പൈതലേ. അപ്പാ ശഖാന റാർഥാനി വാർഷഖലോസിയ റമാഞ്ചനി ഖലോചനാഥി വിനംധനം ഛബാർഥനി ഉടാമനാഗതി ബദാ. പിടിച്ചോ. Not an invitation, but an encounter. Open. Shabala harthana mahashia, Ruma hasia la harthania, Rakasia pravarthani. ആരോ എവിടോ പറഞ്ഞൊരു ഇമ്പാർട്ടേഷന് വേണ്ടി നീ കാത്തിരിക്കരുത്. നിനക്ക് ഇമ്പാർട്ടേഷൻ അല്ല, നിനക്ക് എൻകൗണ്ടറാ വരാൻ പോകുന്നത്. ഓ, നിന്റെ അഭിഷേകത്തിന്റെ ലെവലല്ല മാറാൻ പോകുന്നത്, നീ ആള് മാറാൻ പോകുക. ഫയർ റിലീസിംഗ്. Holy Spirit, Holy Spirit, Holy Spirit. Arthuna maharamana gate gate gate. Rimangala gasiga tere gasani dhani. Rambala ganjari dhani dhani. Oh, Jesus. അവള് സൗഖ്യമായി എന്ന് ശരീരത്തിൽ അറിഞ്ഞു. അതേസമയം യേശു വന്നറിഞ്ഞു, എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. ജീസസ്. യേശു ഒരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു വിഷയത്തിന് വേണ്ടി പോകാൻ നിൽക്കുക.
യായിറോസ് 12 വയസ്സുള്ള കുഞ്ഞ് ഇപ്പം മരിക്കൂന്ന് പറഞ്ഞ് നിൽക്കുക. പക്ഷേ യേശു തിരിഞ്ഞു. യായിറോസും ആൾക്കാരും, പള്ളിപ്രമാണി ആൾക്കാരും ഇവിടെ കാത്തു നിൽക്കുക. നാട്ടിലെ വലിയ പുള്ളികൾ കാത്തു നിൽക്കുക കർത്താവിനെ കൊണ്ടുപോകാൻ. പക്ഷെ കർത്താവ് തിരിഞ്ഞു നിന്നോ? കാരണം വലിയ പുള്ളികളെക്കാട്ടിലും കർത്താവിന് ഇമ്പോർട്ടൻസ് ഉള്ളത് ഇമ്പാർട്ടേഷനെ കൊതിക്കുന്നവനെ ആയിരുന്നു. യേശു പറഞ്ഞു, എന്നെ ആരോ തൊട്ടു. ശിഷ്യന്മാർ കേട്ടിട്ട് ചിരിച്ചു. കർത്താവേ, ഇവിടെ ഭയങ്കര തിക്കും തിരക്കും. അപ്പോൾ കർത്താവ് അവരുടെ അടുക്കൽ തിരിച്ചു പറഞ്ഞു, ഇവിടെ കൂടിയിരിക്കുന്ന 100 കണക്കിന് ആൾക്കാരുണ്ട്, ഇവിടെ തൊടുന്ന 100 കണക്കിന് ആൾക്കാരുണ്ട്. പക്ഷെ അവരിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അൺയൂഷ്വൽ ടച്ച് ഇവിടെ ഇരിക്കുന്നവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നീ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുന്നതെന്ന് പാസ്റ്റർമാരുണ്ട്. പക്ഷേ വ്യത്യസ്തനായ ഒരു പാസ്റ്ററെ ഞാൻ അറിയുന്നു. 1000 അഭിഷക്തന്മാരുണ്ട്, അതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുത്തനെ ഞാൻ കാണുന്നു. 1000 വിശ്വാസികൾ സഭയ്ക്കകത്തുണ്ട്, പക്ഷേ അതിനകത്തു നിന്ന് ഡിഫറൻ്റ് ആയ ഒരുത്തനെ ഞാൻ കാണുന്നു. 1000 ശുശ്രൂഷകർ സഭയ്ക്കകത്തുണ്ട്, ദേശത്തിലുണ്ട്, പക്ഷേ അതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് ഒരുത്തനെ ഞാൻ കാണുന്നു. ആരാധിക്കുന്നവർ 1000 ഉണ്ട്, പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തനായ ഒരുവനെ ഞാൻ കാണുന്നു. അതിനെ എനിക്ക് സെൻസ് ചെയ്യാൻ കഴിയും. ഇന്ന് പകൽ ഒരു കാര്യം ദൈവ പൈതൽ അറിയണം. കള്ളുകുടിയന്റെ പ്രാർത്ഥനയും സങ്കടമുള്ളവന്റെ പ്രാർത്ഥനയും തമ്മിൽ തിരിച്ചറിയാൻ ആർക്ക് കഴിയത്തില്ലായിരുന്നു? ഏലിക്ക് കഴിയത്തില്ല. കള്ളുകുടിയൻ വന്ന് പ്രാർത്ഥിച്ചാലും സങ്കടമുള്ളവൻ വന്ന് പ്രാർത്ഥിച്ചാലും ഏലിക്ക് ഒരുപോലിരുന്നു. സൗഖ്യത്തിന് വേണ്ടി തൊടുന്നവനും ചുമ്മാതെ തൊടുന്നവനും ഒരുപോലെ ശിഷ്യന്മാർക്ക് തോന്നി. മനുഷ്യരുടെ കണ്ണിൽ നീ മറ്റുള്ളവരിൽ നിന്ന് ഒരു വ്യത്യാസവും ഇല്ലാത്തവനായിരിക്കാം. സഭയുടെ നടുവിൽ നിന്നിൽ ഒരു യുണീക്നെസ്സും കാണത്തില്ല. പാസ്റ്റർമാരുടെ നടുവിൽ കണ്ണിൽ നിനക്ക് യാതൊരു യുണീക്നെസ്സും കാണത്തില്ല. പക്ഷെ മനുഷ്യനെ കാണാൻ കഴിയാത്ത ഒരു ഐഡന്റിറ്റി, മനുഷ്യനെ കാണാൻ കഴിയാത്ത ഒരു യുണീക്നെസ്, അത് സ്വർഗം കാണുന്നുണ്ട്. അവിടെ നിന്റെ എൻകൗണ്ടർ. Jesus, Holy Spirit. Amen. 10 മിനിറ്റ് മുമ്പ് ആർക്കാരെ കാണണമെന്നായിരുന്നു ആഗ്രഹം? ഇവക്ക് യേശുവിനെ കാണണം. ഇപ്പൊ ആർക്കാരെ കാണണമെന്ന് ആഗ്രഹം? യേശുവിന് ഇവളെ കാണണമെന്ന്. ഒരുവന്റെ മേലെ അഭിഷേകം ഇറങ്ങിക്കഴിഞ്ഞാൽ കർത്താവ് പറയാം, എനിക്കവളെ കാണണം. നിന്റെ അഭിഷേകം, നിന്നോടുള്ള ദൈവത്തിന്റെ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഒരു ഡെലിവറൻസ് വേണോ? ഒരു ഇമ്പാർട്ടേഷൻ വേണോ? ഒരു എൻകൗണ്ടർ വേണോ? Beyond deliverance there is an impartation. Beyond impartation there is an encounter.
Jesus, we need an encounter. നമുക്ക് പലപ്പോഴും കർത്താവിനെ കാണണമെന്നേ ആഗ്രഹമുള്ളൂ. പക്ഷെ അതൊരിക്കലും എൻകൗണ്ടർ ആകത്തില്ല. കർത്താവിനെ കണ്ടാൽ എൻകൗണ്ടർ ആകത്തില്ല. പകരം കർത്താവും നമ്മളും തമ്മിൽ കാണണം. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം, ആമേൻ, അതിൻ്റെ 5 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും. 1 തുടങ്ങിയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശു എരിഹോവിൽ കൂടി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ളൊരു പുരുഷൻ. 3-ാം വാക്യം, യേശു എങ്ങനെയുള്ളവൻ എന്ന് കാണുവാൻ ശ്രമിച്ചു. വളർച്ചയിൽ കുറിയവനാകൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. എന്നറിയവൻ മുമ്പോട്ടോടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിമേൽ കയറി. അവൻ എന്നെ കാണണമെന്നും പറഞ്ഞാണോ ഇരുന്നത്? അല്ല, അവനെ കാണേണ്ടതിന്. അവനെ കാണണം, അവനെ കാണണം. അവനെ തൊടണമെന്ന് പറഞ്ഞു വന്നവൾ അവനെ കണ്ടുവെന്നല്ല, അവൻ അവളെ അന്വേഷിച്ചു. അവനെ കാണണമെന്ന് പറഞ്ഞ് മുകളിൽ കയറിയവൻ്റെ 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ സ്ഥലത്തെത്തിയപ്പോൾ യേശു മേൽപോട്ട് നോക്കി. യേശു മേൽപോട്ട് നോക്കി. എൻ്റെ സഹോദരങ്ങളെ, ബൈബിളിൽ യേശു മേൽപോട്ട് നോക്കി എന്ന് എഴുതിയിരിക്കുന്ന ചില സമയങ്ങളുണ്ട്. എപ്പോഴാണെന്നറിയാമോ? യേശു അപ്പമെടുത്ത് മേൽപോട്ട് നോക്കി. യേശു ചെകിടനായ മനുഷ്യൻ്റെ ചെവിയിൽ വിരലിട്ട് മുകളിലേക്ക് നോക്കി. യേശു മേൽപോട്ട് നോക്കുക എന്ന് പറഞ്ഞാൽ യേശു സ്വർഗത്തിലേക്ക്, പിതാവിൻ്റെ അടുക്കലേക്ക് നോക്കുന്നുവെന്ന അർത്ഥം. പക്ഷേ ഇവിടെ എരിഹോവിൽ കാട്ടത്തിയുടെ അത്തിയുടെ ചുവട്ടിലെത്തിയപ്പോൾ യേശു മേൽപോട്ട് നോക്കി. ശിഷ്യന്മാർ ചിന്തിച്ചോ, യേശു ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുകയായിരിക്കുക, യേശു എന്തോ അത്ഭുതം ചെയ്യാൻ പോവുകയായിരിക്കുക. പക്ഷേ അല്ലല്ല, യേശു മുകളിലേക്ക് നോക്കി. അതിലിരിക്കുന്നവനെ പേർചൊല്ലി വിളിച്ചിട്ട് പറഞ്ഞു, സഖായിയെ, താഴോട്ട് നീ ഒന്ന് ഇറങ്ങി വാ. ആമേ. എൻകൗണ്ടർ എവിടെയാണ് ആരംഭിച്ചതെന്നറിയാമോ? ഒരു വഴിവക്കിൽ. പക്ഷേ കർത്താവ് പറഞ്ഞു, വഴിവക്കിൽ ഒരു എൻകൗണ്ടറിന് വേണ്ടിയല്ല ഞാൻ ഇതുവഴി വന്നത്. പകരം ഇന്ന് രാത്രി നിന്റെ വീട്ടിനകത്ത് എൻകൗണ്ടറിന്റെ ഒരു എക്സ്റ്റൻഷനെ ഞാൻ നൽകാൻ പോവുകയാണ്. ഇന്ന് പകൽക്കാലം എക്സ്റ്റൻഷൻ ഓഫ് എൻകൗണ്ടർ, എക്സ്റ്റൻഷൻ ഓഫ് എൻകൗണ്ടർ. പരിശുദ്ധാത്മാവ് ഇങ്ങനെ പറയുന്നു, എക്സ്റ്റൻഷൻ ഓഫ് എൻകൗണ്ടർ. ഇന്ന് രഹബോത്തിനകത്ത് ചില എൻകൗണ്ടർ ഉണ്ടാകും. പക്ഷേ ആ എൻകൗണ്ടർ ഈ ആലയത്തിനകത്ത് ഒതുങ്ങുന്നതല്ല, പകരം നിന്റെ വീട്ടിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു എൻകൗണ്ടർ അനോയിന്റിങ്ങുമായി നീ ഇതിനകത്തു നിന്ന് പുറപ്പെട്ടു പോകും. ഇവിടെ വന്ന് ഏത് കർത്തൃദാസന്മാർ ശുശ്രൂഷിച്ചാലും പോയി കഴിഞ്ഞ് ഞങ്ങളെ ഫോൺ ചെയ്തിട്ട് പറയും, അഭിഷേകത്തിനെ എന്തോ സാന്നിധ്യം അതിനകത്ത്. ജീസസ്, കൃപയാൽ 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 ഞങ്ങൾ എവിടെ ശുശ്രൂഷിക്ക് ചെന്നാലും ആ ഹോളിന്റെ ആംബിയൻസ്, ആ ടെറിട്ടറിയുടെ ആംബിയൻസ് പരിശുദ്ധാത്മാവ് മാറ്റും. ജസ്റ്റ് ബിക്കോസ് ക്യാരിങ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. പക്ഷേ ഒരു ചർച്ചിനകത്തുണ്ടാവുന്ന എൻകൗണ്ടറിലപ്പുറം, ഒരു അഭിഷക്തന്റെ ശുശ്രൂഷയിൽ ഉണ്ടാകുന്ന എൻകൗണ്ടറിനപ്പുറം എക്സ്റ്റൻഷൻ ഓഫ് എൻകൗണ്ടർ, എക്സ്റ്റൻഷൻ ഓഫ് എൻകൗണ്ടർ. വഴിവക്കിലുണ്ടായ എൻകൗണ്ടർ ഇപ്പോൾ കർത്താവ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. സഖായിയെ, ഇന്ന് രാത്രി മുഴുവൻ നീണ്ടു നിൽക്കുന്ന an all night encounter, ഒരു മുഴുരാത്രി എൻകൗണ്ടർ. അതിന് നീ ചർച്ചിൽ പോകണ്ട, അതിന് നീ ഓഡിറ്റോറിയത്തിൽ പോകണ്ട, നിന്റെ വീട്ടിനകത്തേക്ക്, നിന്റെ മുറിക്കകത്തേക്ക് an encounter. Yes. The extension of encounter is happening. എൻകൗണ്ടറിനകത്ത് ഉണ്ടാകുന്നത് എന്താണെന്നറിയാമോ? ജീസസ്, എക്സ്റ്റൻഷൻ ഓഫ് എൻകൗണ്ടർ. സക്കായിയെ വിളിച്ചിറക്കി. യേശുവും സക്കായിയും വീട്ടിലേക്ക് പോയി. സക്കായി എഴുന്നേറ്റ് നിന്ന് കർത്താവിൻ്റെ അടുക്ക പറഞ്ഞു, കർത്താവേ,
ഇന്നലകളിൽ ഞാൻ ചതിച്ചിട്ടുണ്ട്. ഇന്നലകളിൽ ഞാൻ ഭയങ്കര ഉടായിപ്പായിരുന്നു. പക്ഷേ എൻ്റെ ഉടായിപ്പിൽ നിന്ന് എനിക്കൊരു മടങ്ങി വരവ് വേണം. ജീസസ്. എൻകൗണ്ടർ ബ്രിങ്സ് റിപ്പൻഡൻസ്. മാനസാന്തരം കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ എൻകൗണ്ടറാണ്. ചുങ്കക്കാരിൽ പ്രമാണി, ധനവാൻ, ആര് പറഞ്ഞ് മാനസാന്തരപ്പെടുത്തും? പാവപ്പെട്ടവനാണെങ്കിൽ പാവപ്പെട്ടവരെ പോലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പിന്നെ ഒരിച്ചിരി തണ്ടും തടിയും പണവും വന്നാൽ. പക്ഷേ ധനവാനായ മനുഷ്യൻ, പ്രമാണിയായ മനുഷ്യൻ കർത്താവിൻ്റെ മുമ്പിൽ നിന്നിട്ട് പറയാ, ഞാൻ മാനസാന്തരപ്പെടുന്നു, ഞാൻ മാനസാന്തരപ്പെടുന്നു. ചൂരലല്ല മാനസാന്തരപ്പെടുത്തുന്നത്. ആമേൻ. ജലപീരങ്കിക്ക് മാനസാന്തരപ്പെടുത്താൻ കഴിയത്തില്ല. ജയിലറകൾക്ക് മാനസാന്തരപ്പെടുത്താൻ കഴിയത്തില്ല. ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് മാനസാന്തരപ്പെടുത്താൻ കഴിയത്തില്ല. പക്ഷെ ദൈവത്തിൻ്റെ എൻകൗണ്ടറിന് മാനസാന്തരപ്പെടുത്താൻ കഴിയും. ഇന്ന് പകൽ ഞാനൊരു കാര്യം എൻ്റെ ദൈവമക്കളോട് പറയാം. ജീസസ്, നമ്മൾ മാനസാന്തരപ്പെട്ടത് നമ്മളുടെ മിടുക്കല്ല, അത് ദൈവത്തിൻ്റെ എൻകൗണ്ടറാണ്. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അടുത്ത ഒരു കാര്യം പറയാ, രക്ഷിക്കപ്പെട്ടതിനകത്ത് നിങ്ങൾക്ക് എന്തില്ല? ഒരു റോളും ഇല്ല. ഇന്ന് പകൽ ഞാനൊരു കാര്യം പറയാ, ആമേൻ. നിങ്ങൾ മാനസാന്തരപ്പെട്ടതിൽ നിങ്ങൾക്കൊരു റോളും ഇല്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ടതിൽ നിങ്ങൾക്കൊരു റോളും ഇല്ല. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞത്, അവൻ ജീവപ്രാപ്തിക്കായി ജാതികൾക്കും എന്ത് നൽകി? മാനസാന്തരം നൽകിയല്ലോ. മാനസാന്തരം ദൈവത്തിൻ്റെ ദാനമാ. രക്ഷ ദൈവത്തിൻ്റെ ദാനമാ. ഇന്ന് പകൽക്കാലം നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റോ? എന്താണ് ഒന്നാമത്തെ അനുഗ്രഹം? ഞാൻ പറയാ, രക്ഷാദാന. അത് ദൈവത്തിൻ്റെ ദാന. ഇന്ന് പകൽ ദൈവത്തിൻ്റെ എൻകൗണ്ടർ ഒരു റിപ്പൻഡൻസിലേക്ക്, ഒരു ഡീപ് സാങ്ക്ടിഫിക്കേഷനിലേക്ക്, ഒരു ഡീപ് സാങ്ക്ടിഫിക്കേഷനിലേക്ക് കൊണ്ടുപോകും. ജീസസ്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ അതിനോട് ചേർത്തൊരു കാര്യം പറഞ്ഞ് വേറൊരു ഭാഗം കൂടെ പറഞ്ഞ് പ്രാർത്ഥിച്ചേ അവസാനിപ്പിക്കത്തുള്ളൂ. സ്തോത്രം. നമുക്ക് മാനസാന്തരം ഉണ്ടായത് ദൈവം ഇടപെട്ടിട്ടാണോ? അങ്ങനെയെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് മാനസാന്തരം ഉണ്ടാവുന്നതും എങ്ങനെയാ? ദൈവം ഇടപെട്ടിട്ട്. ഡമാസ്കസിൽ ഒരു മനുഷ്യനിരുന്ന് പ്രാർത്ഥിക്കുക. ആരാണ് പ്രാർത്ഥിക്കുന്നതെന്ന് അറിയാമോ? അനന്യാസ്. എന്തുവാ പ്രാർത്ഥിക്കുന്നതെന്നറിയാമോ? കർത്താവേ, ഞാനൊരു ന്യൂസ് കേട്ടു. യെരൂശലേമിൽ മഹാപുരോഹിതന്മാർ ഒരു പുതിയ പേപ്പർ അടിച്ച് പൗലോസ് എന്ന് പറയുന്ന ഒരു തർസോസുകാരൻ്റെ കൊടുത്തിരിക്കുന്നു. അവൻ റോമ പൗരത്വം ഉള്ളവനാ. അവൻ പുറപ്പെട്ടു വന്നാൽ ആരും ചോദ്യം ചെയ്യത്തില്ല. അവന് മഹാപുരോഹിതന്മാരുടെ അധികാരപത്രമുണ്ട്. അവൻ്റെ മുമ്പിൽ ഞങ്ങൾക്കൊന്നും പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല. ഗമാലിയേലിൻ്റെ പാദത്തിങ്കിൽ ഇരുന്ന് അവൻ ആ ന്യായപ്രമാണം അരച്ചു കലക്കി കുടിച്ചതാ. അവൻ കയറി വന്ന് ഇവിടെ നശിപ്പിച്ച ഞങ്ങൾ എന്ത് ചെയ്യും? അനന്യാസ് കരയുകയാ. എവിടെ ഇരുന്നാണെന്നറിയാമോ? ദമസ്കസ് പട്ടണത്തിനകത്തിരുന്ന്. അനന്യാസ് പ്രാർത്ഥിച്ചിട്ടും ദൈവം ഒന്നും മറുപടി പറയുന്നില്ല. കാരണം ദൈവം അനന്യാസിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നതിന് പകരം ദമാസ്കസിന്റെ പടിവാതിൽക്കൽ പോയി നിന്നോ. ആമേൻ. അകത്തൊരുത്തൻ പ്രാർത്ഥിച്ചാൽ വാതിലിന്റെ പുറത്ത് പോയി നിൽക്കുന്ന ദൈവം നിന്റെ മുറിക്കകത്ത് നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിക്ക് പുറത്തു നിൽക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം. ദമാസ്കസ് പട്ടണത്തിനകത്ത് അനന്യാസ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇറങ്ങി പട്ടണത്തിന്റെ വെളിയിൽ നിന്നു. അകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവന് വേണ്ടി പുറത്തു നിന്ന് പ്രവർത്തിക്കുന്ന ദൈവം. അകത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവന് വേണ്ടി പുറത്തിറങ്ങി പ്രവർത്തിക്കുന്ന ദൈവം. അനന്യാസ് എന്താ പ്രാർത്ഥിച്ചെന്നറിയോ? കർത്താവേ,
ശൗൽ ഒരിക്കലും ഞങ്ങളെ കാണല്ലേ, ശൗൽ ഒരിക്കലും ഞങ്ങളെ കാണല്ലേ, ശൗൽ ഒരിക്കലും ഞങ്ങളെ കാണല്ലേ. അനന്യാസിന്റെ പ്രാർത്ഥനയ്ക്ക് എന്തോ മറുപടി കിട്ടിയെന്നറിയാവോ? നീ പോയി ശൗലിനെ കാണണം. നീ ആരെ ഭയപ്പെട്ടോ അവന് നീ ഒരു പാസ്റ്ററായി മാറട്ടെ. നീ ആരെ ഭയപ്പെട്ടോ നീ അവനൊരു മെന്ററായി മാറട്ടെ. നീ ആരെ ഭയപ്പെട്ടോ നീ അവനൊരു ലീഡറായി മാറട്ടെ. ജീസസ്, ജീസസ്, ഹോളി സ്പിരിറ്റ്. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിൻ്റെ 3-ാം വാക്യത്തിൽ അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്നൊരു വെളിച്ചം അവനെ ചുറ്റും മിന്നി. മലയാളത്തിൽ വായിക്കുമ്പോൾ അതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയത്തില്ല. എ ലൈറ്റ് ഫ്രം ഹെവൻ. ഹു ഈസ് ദാറ്റ് ലൈറ്റ്? ഹു സെഡ് ഐ ആം ദ ലൈറ്റ്? യേശു പറഞ്ഞു, ഞാനാകുന്നു വെളിച്ചം. ആമേൻ. അഭിഷക്തന്മാരെ പിടിച്ചു കെട്ടാൻ ദമസ്കോസിലേക്ക് യെരൂശലേമിൽ നിന്ന് പൗലോസ് യാത്ര പുറപ്പെടുമ്പോൾ സ്വർഗത്തിൽ നിന്ന് വെളിച്ചമായവൻ ഇറങ്ങി വന്ന്, വെളിച്ചമായവൻ ഇറങ്ങി വന്ന് ദമസ്കോസിന്റെ പടിവാതിലിൽ നിന്ന് ഇന്നു പകൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് വെളിച്ചമായി അവൻ ഇറങ്ങി വരൂ. Jesus, Jesus, Jesus. ആമേൻ. ആ ഒറ്റ എൻകൗണ്ടർ ശൗലിന്റെ ജീവിതത്തെ നേരെ യൂട്ടേൺ അടിപ്പിച്ചു. പക്ഷേ ശൗലിന് ദൈവം വെളിച്ചം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നൊരു എൻകൗണ്ടർ നൽകി. വെളിച്ചം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. ആ വെളിച്ചം എന്തായിരുന്നു എന്നറിയാമോ? സൂര്യനെ കവിയുന്ന വെളിച്ചം. എനിക്കൊരു വെളിച്ചമുണ്ട്, പ്രപഞ്ചത്തിന്റെ വെളിച്ചത്തെക്കാട്ടിലും ഉന്നതമായൊരു വെളിച്ചം. അതിപ്പോൾ ലോകത്തിൽ ആരും കാണുന്നില്ലായിരിക്കാം, പക്ഷെ എൻ്റെ ആവശ്യകതയുടെ സമയത്ത് ആ സ്വർഗത്തിൽ നിന്ന് from the heaven, from the upper heaven, my light shall come. എനിക്ക് വേണ്ടി ആ വെളിച്ചം ഇറങ്ങി വരും. Oh, the light from heaven. എൻകൗണ്ടറിനകത്ത് ശൗലിന്റെ അടുക്കൽ പറഞ്ഞു, നീ ഉപദ്രവിക്കുന്ന ക്രിസ്തുവാകുന്ന ഞാൻ, നീ പട്ടണത്തിലേക്ക് പോ, ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ എൻകൗണ്ടറിന്റെ അൾട്ടിമേറ്റ് പർപ്പസ് എന്തായിരുന്നു? മാനസാന്തരത്തിൽ ഒതുങ്ങുന്നതായിരുന്നില്ല. 9-ാം അധ്യായം 17-ാം വാക്യം. ആ എൻകൗണ്ടറിന്റെ പർപ്പസ് അനന്യാസാണ് പൗലോസിന് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു. അടുത്തത്, ശൗലേ സഹോദര, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മപൂർണനാകേണ്ടതിന് നീ വന്ന വഴിയിൽ നിനക്ക് പ്രത്യക്ഷനായ യേശുവെന്ന കർത്താവ്. നീ വന്ന വഴിയിൽ നിനക്കൊരാൾ പ്രത്യക്ഷനായി, യേശുവെന്ന കർത്താവ്. ഫോർ വാട്ട്? എന്തിനു വേണ്ടി? നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പൂർണ്ണനാകേണ്ടതിന്. നിന്റെ കണ്ണുകൾ തുറക്കണം. നിനക്ക് പാപത്തെക്കുറിച്ചൊരു ബോധ്യമുണ്ടാകണം. നിനക്ക് സ്നാനത്തിൻ്റെ ആവശ്യകത തിരിച്ചറിയണം. നിനക്ക് മാനസാന്തരത്തിൻ്റെ ബോധ്യമുണ്ടാകണം. നിനക്ക് വേർപാടിൻ്റെ മഹത്വം തിരിച്ചറിയണം. നിനക്ക് പെന്തക്കോസിന്റെ ഗ്ലോറി എന്തുവാന്ന് നീ കാണാനേ, കാൽവറിയുടെ മഹത്വം എന്താണെന്ന് കാണാനേ നിന്റെ കണ്ണു തുറക്കണം. നിന്റെ കണ്ണു തുറക്കണോ? നിന്റെ കണ്ണു തുറക്കാനാ കർത്താവ് നിനക്കൊരു എൻകൗണ്ടർ തന്നത്. തീർന്നില്ല. To fill with you, to fill with you the Holy Ghost. പക്ഷെ അനന്യാസ് പറയുന്നതിൽ ആകെ കുഴപ്പമാണ്. അനന്യാസ് പറയുന്നത് എന്താണെന്നറിയോ? നിനക്ക് കാഴ്ച കിട്ടേണ്ടതിനാ കർത്താവ് നിന്റെ അടുക്കൽ ഇറങ്ങി വന്നത്. പക്ഷെ ഇറങ്ങി വന്നപ്പോൾ ഉള്ള കാഴ്ച പോയി. ആമേൻ. ഇന്ന് പകൽ ഞാൻ ദൈവമക്കളോടൊരു കാര്യം പറയട്ടെ.
In the season of encounters, നിന്റെ ജീവിതത്തിൽ ചിലതൊക്കെ നഷ്ടമായെന്ന് തോന്നുന്നു. In the season of encounter, നിന്റെ ജീവിതത്തിൽ ചിലതൊക്കെ പ്രതികൂലമായെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചു നേരത്തേക്ക് നിന്റെ കണ്ണടിച്ചു പോകുന്നത് മറ്റാർക്കും കാണാൻ കഴിയാത്ത ചിലതിനെ കാണുന്ന ഒരു സൂപ്പർ നാച്ചുറൽ വിഷൻ നിനക്കൊപ്പണാക്കാനാണ്. Holy Spirit, Holy Spirit, Holy Spirit. ഞാൻ ഈ പ്രസംഗത്തിന്റെ ആരംഭത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ മാസം മുഴുവനും ഇത് തന്നെയാണ്, ബ്ലെസ്സിങ്സ് ത്രൂ എൻകൗണ്ടർ. അതിൽ ഒന്നാമത്തെ ഗിഫ്റ്റാണ് റിപ്പൻറ്റൻസ്, സാങ്ക്ടിഫിക്കേഷൻ. എന്നാൽ ഇത് പ്രസംഗിച്ച് തീർക്കത്തില്ല, ഞങ്ങൾ ഇത് അനുഭവിച്ച് തുടങ്ങും. ജീസസ്. എൻകൗണ്ടറിന്റെ പ്രസംഗം കേൾക്കേണ്ട നിങ്ങളാരും എൻകൗണ്ടർ എന്താണെന്ന് തിരിച്ചറിയാം. Within few minutes we will conclude this meeting. ചില മിനിറ്റുകൾക്കകത്ത് ഞങ്ങൾ ഈ മീറ്റിംഗ് നിർത്താം. പക്ഷേ an encounter will happen here. Holy Spirit, amen. ഞാൻ നല്ല ധൈര്യത്തോടു കൂടി പറയുന്നു, പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തത് വേറൊരു പ്രസംഗം കേട്ടിട്ടല്ല, വേറൊരു പുസ്തകം വായിച്ചിട്ടുമല്ല, എൻ്റെ അപ്പൻ്റെ പാദത്തിങ്കൽ മുട്ടുകുത്തിയപ്പോൾ സ്വർഗം എന്നോട് പറഞ്ഞതായത് ഈ ദൂത് ദൈവത്തിൽ നിന്നുള്ളത്, അതിനപ്പുറം ദൈവം ചെയ്യും. പരിശുദ്ധാത്മപൂർണനാകേണ്ടതിന് നിനക്ക് ദൈവം പ്രത്യക്ഷനായി. To fill you with Holy Ghost. ആമേൻ. അഭിഷേകം പ്രാപിക്കാത്തവരുണ്ടെങ്കിൽ ഈ മാസം അഭിഷേകം പ്രാപിക്കും. അഭിഷേകം നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ അത് തിരികെ പ്രാപിക്കുക. An encounter which imparts the Holy Ghost. പരിശുദ്ധാത്മാവേ ഞാൻ താഴുന്നു, പരിശുദ്ധാത്മാവേ ഞാൻ താഴുന്നു, പരിശുദ്ധാത്മാവേ ഞാൻ താഴുന്നു. കർത്താവേ, അങ്ങയുടെ ആ എൻകൗണ്ടറിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, അങ്ങയുടെ ആ എൻകൗണ്ടറിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് പകൽക്കാല അപ്പാ ഇതൊരു പ്രസംഗമായി ഒതുങ്ങുകയല്ല. ഇന്ന് പകൽക്കാല സ്വർഗത്തിൽ നിന്ന് വെളിച്ചം ദമാസ്കസിന്റെ പടിവാതിൽക്കൽ ഇറങ്ങി വന്നതുപോലെ ഈ ആലയത്തിൽ ഇറങ്ങി വരട്ടെ. An encounter which fill with the Holy Ghost. ഇന്ന് പകൽ കുഞ്ഞുങ്ങളുടെ മേൽ, യൗവനക്കാരുടെ മേൽ താല്പര്യമുള്ളവർക്ക് എഴുന്നേറ്റ് നിൽക്കാം, താല്പര്യമുള്ളവർക്ക് എഴുന്നേറ്റ് നിൽക്കാം. നിർബന്ധമില്ല. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മിനിറ്റുകളിൽ ഒരസാധാരണമായ എൻകൗണ്ടർ എല്ലാം ഇതിനകത്ത് ഓപ്പൺ ആകട്ടെ. അങ്ങ് ആർക്കൊക്കെ എൻകൗണ്ടർ നൽകുന്നുവെന്നുള്ളത് അഭിഷേകത്തിന്റെ പ്രത്യക്ഷമായ ഒരു നിറഞ്ഞ കവിയലോടുകൂടെ ഇതിനകത്ത് സ്പഷ്ടമായി വെളിപ്പെട്ടു വരട്ടെ. ഹോളി സ്പിരിറ്റ് ഒരു വിടുതലിനെക്കാട്ടിലുപരി, ഒരു രോഗശാന്തിയെക്കാട്ടിലുപരി ആഴമേറിയ ഒരു വിശുദ്ധിയിലേക്ക്, അസാധാരണമായ ഒരു അഭിഷേകത്തിലേക്ക് ഈ ജനം ലിഫ്റ്റ് ആകട്ടെ. നീ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഒരു അഭിഷേകത്തിന്റെ നിറവിലേക്ക് പരിശുദ്ധാത്മാവ്. Holy Spirit, Holy Spirit, Holy Spirit. ദൈവത്തിന്റെ തേജസ്സിവിടെ പ്രകാശിക്കവേണം, വെളിച്ചമായി പ്രകാശിക്കവേണം, വെളിച്ചമായി ദൈവത്തിന്റെ തേജസ് ഇന്നിവിടെ